ആശുപത്രിയിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള യുഎം കബീർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് ഇന്നലെ ഗായത്രിയുടെ ഒരു ദുരവസ്ഥ നമ്മളോട് പറഞ്ഞത്. അവർ ഒരു ഇടപെടൽ നടത്താൻ ശ്രമിച്ചു. എങ്ങനെയെങ്കിലും ഒരു ഈ ട്യൂബും മരുന്നുകളും ഒക്കെ ഒന്ന് സൗജന്യമാക്കി കൊടുക്കുന്ന ഇത് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അർഹതപ്പെട്ട, അവർക്ക് കിട്ടേണ്ട, ഇന്ത്യയിലെ ഓരോ സ്ത്രീകൾക്കും കുട്ടികൾക്കും കിട്ടേണ്ട ഒരു പദ്ധതിയുടെ ഭാഗമായി ഉള്ള ആളുകളാണ്. അവരുടെ പണം അത് കൃത്യമായി അവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റമാണ് എന്ന് തന്നെ പറയാം. കബീർക്ക് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് താങ്കൾ നിൽക്കുന്ന ഒരാളാണ്. ഗായത്രി പറഞ്ഞത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അതായത് നിരവധി അമ്മമാർ ഇതൊന്നും പുറത്തു പറയാൻ കഴിയാത്ത, ഗായത്രിയും ബിജിയും അവിടെയുള്ള അമ്മമാരുടെ പ്രതിനിധികളായിട്ടാണ് നമ്മളുടെ മുന്നിലേക്ക് വന്നതെന്നുള്ളതാണ്. നിരവധി അമ്മമാർ അതിനകത്ത് കണ്ണീർ വാർത്ത ഈ ആശുപത്രിയുടെ ന്യൂബോൺ ഐസിയുവിന്റെ മുന്നിലുണ്ട്. നമ്മുടെ ഈ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്ന ഒരു മികവുറ്റ കേന്ദ്രമായി മാറേണ്ട മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഇന്ന് ഏറെ പ്രതിസന്ധി നേരിടുകയാണ്. ഇപ്പോൾ ന്യൂബോൺ കുട്ടികളുടെ വിഷയത്തിൽ ഇത് കുറെ കാലമായിട്ട് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. കാരണം 18 വയസ്സ് വരെയുള്ള ചികിത്സ അവർക്ക് സൗജന്യമായി ലഭിക്കേണ്ടതാണ്. പക്ഷേ കുറേയേറെ കാലമായിട്ട് ആ ഒരു സൗജന്യ ചികിത്സ നിഷേധിക്കുന്ന ഒരു നടപടിയാണ് ആശുപത്രി അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ഇവിടുത്തെ ഡോക്ടർമാരെയോ നഴ്സുമാരെയോ കുറ്റമായിട്ട് കാര്യമില്ല. കാര്യം സിസ്റ്റം തന്നെ, ആരോഗ്യവകുപ്പിന്റെ പറഞ്ഞ സിസ്റ്റം തന്നെ കുഴപ്പത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് അവർക്ക് ഇപ്പോൾ ഹെൽത്ത് കാർഡ് ഇല്ലാത്ത കുട്ടികളാണല്ലോ, കൊച്ചു കുട്ടികളാണുള്ളത്. അപ്പോൾ മറ്റുള്ള സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ആണ് ഇവർ ഈ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാത്ത സാഹചര്യത്തിൽ അവർ അത്തരം ഇത്തരത്തിലുള്ള സാധനങ്ങൾ, എക്യുപ്മെന്റ്സുകൾ, അതുപോലെ മെഡിസിനൊക്കെ കൊടുക്കുന്നത് അവർ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ തടസ്സപ്പെടുമ്പോൾ അതിന്റെ ഏറ്റവും അധികം അതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, കാരണം ഒന്നുമില്ലാത്ത സാധാരണക്കാരായ നിരാലംബരായ ആളുകളാണ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. അപ്പൊ അവർ വളരെയേറെ പ്രയാസം അനുഭവിക്കുകയാണ്. ഈ അമ്മയും കുഞ്ഞും പദ്ധതി ഗായത്രിയുടെ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അല്ലേ? ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അങ്ങനെ ഗായത്രി പലതവണ സമീപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പലതവണ സമീപിച്ചിരുന്നു. അത് ഗായത്രി മാത്രമല്ല, ഒത്തിരി ഗായത്രിമാര് നമ്മുടെ ഈ മെഡിക്കൽ കോളേജിൽ ഇതുപോലെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്കൊന്നും നമുക്ക്, കാരണം ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇത്തരത്തിലുള്ള ഈ ആശുപത്രിക്ക് വേണ്ടി ഫണ്ട് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പദ്ധതി സുഗമമായി നടന്നു പോകുന്നു എന്നൊരു മിഥ്യാധാരണ പൊതുജനങ്ങൾക്ക് മുന്നിലേക്കുണ്ട് അല്ലെ? ഇല്ലില്ല, അങ്ങനെ നടന്നു പോകുന്ന ധാരണ പൊതുവെ ഉണ്ടെങ്കിലും ഇവിടെ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിനും അവരുടെ ബന്ധുക്കളും അല്ല ഇതിന്റെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമില്ലാതെ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് അവർ നെട്ടോട്ട് ഓടുകയാണ്. കാരണം ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയോ ഈ സൂപ്രണ്ടിന്റെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് ഈ വിഷയം. പണമില്ല എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ടോ? അതെ, പണമില്ലാത്ത ഒരു സാഹചര്യം, കാരണം ഫണ്ടില്ലാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് പറയുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും ഈ വളരെ ഗൌരവമുള്ള ഒരു വിഷയമാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ നടന്നു പോകേണ്ട നവജാത ശിശുക്കൾക്കും അമ്മമാർക്കുമായുള്ള പദ്ധതിയാണ് ഇത്തരത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്താതെ പണമടക്കമുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ട് ഇപ്പോൾ ഒരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എത്തി. അത് വളരെയധികം ബാധിക്കുന്ന രീതിയിലേക്ക്, നിരാലംബരായ സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ശരണ്യ, പുറം ലോകത്തേക്ക് എത്തിച്ചിരിക്കുന്നത് ആരോഗ്യ മേഖലയിലെ വളരെ ഗുരുതരമായ ഒരു വീഴ്ച, കെടുകാര്യസ്ഥത, അനാസ്ഥയെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. സംസ്ഥാനത്തെ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായാണ് സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാരിന്റെ വിഹിതത്തോടുകൂടി ഇത്തരത്തിലൊരു സൗജന്യ ചികിത്സാ പദ്ധതി, അമ്മയും കുഞ്ഞും പദ്ധതി നടപ്പാക്കി വരുന്നത്. പക്ഷെ ആ പദ്ധതി പോലും ഇപ്പോൾ അട്ടിമറിക്കുന്ന സാഹചര്യമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അമ്മമാർ ഈ വിഷയം പറയുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ അവർ നെട്ടോട്ടം ഓടുകയാണ്. ആവശ്യത്തിന് ഒരു 10 രൂപയുടെ പ്രമേഹത്തിന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രിപ്പ് പോലും എടുക്കാനില്ലാത്ത ആശുപത്രിയിലെ ഒരു അവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത്തരത്തിൽ മുട്ടേണ്ട വാതിലുകളെല്ലാം അവർ മുട്ടിക്കഴിഞ്ഞു. അവരെയും കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ അമ്മമാരുടെ വാക്കുകൾ ഇടറുകയാണ്, കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. ഈ കണ്ണുനീര് കണ്ടില്ലെന്ന് വെക്കാൻ ആരോഗ്യവകുപ്പിന്, സംസ്ഥാന സർക്കാരിനോ സാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ഉറപ്പായും എത്രയും വേഗം അടിയന്തരമായ നടപടിയെടുക്കേണ്ട ഒരു വിഷയമാണ് ഇതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ബന്ധപ്പെട്ട അധികൃതരെ. മടങ്ങിയ